എന്താ വിശേഷം? അപ്പ അറിഞ്ഞില്ലേ? ബഹുമാനപ്പെട്ട ശ്രീകുമാർ അടക്കം സൂചിപ്പിച്ചത് SFIയെയും DYFIയെയും യൂത്ത് കോൺഗ്രസ് ആയിട്ട് താരതമ്യപ്പെടുത്താൻ സമ്മതിക്കില്ല എന്നതാണ്. അത് ഒരിക്കലും താങ്കൾ താരതമ്യപ്പെടുത്തരുത്. താരതമ്യപ്പെടുത്തുമ്പോഴെങ്കിലും വേണ്ടേ ഒരു തുല്യത വേണ്ടേ? എനിക്ക് അറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക. താൻ ആരുവാ? ഏതെങ്കിലും തരത്തിൽ ഞങ്ങൾ എന്തെങ്കിലും ആരോപണം യൂത്ത് കോൺഗ്രസിനെതിരെ പറഞ്ഞിട്ടാണോ ഇവിടെ ഈ ചർച്ച സംഘടിപ്പിക്കാനുള്ള കാരണം? ഉപദ്രവമല്ലാതെ എന്തെങ്കിലും നിങ്ങളുടെ നേതാക്കന്മാർ, അത് ശശി തരൂരായാലും ചെന്നിത്തലയായാലും കെ മുരളീധരനായാലും നേരത്തെ ഇപ്പൊ വന്ന് ശ്രീ PJ കുര്യൻ അടക്കമുള്ളവർ പറഞ്ഞ ഇവൻ നമ്മളെ കുഴപ്പിക്കാനുള്ള പരിപാടി, ഇവനിതിൽ എന്തോ കൈയുണ്ട്. എന്നിട്ട് നിങ്ങൾക്കുള്ളിലെ നേതാക്കന്മാർ തന്നെ നിങ്ങളുടെ പ്രസ്ഥാനങ്ങളെ തള്ളി പറഞ്ഞുകൊണ്ട് ഞങ്ങളോട് മുമ്പേച്ച വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. ആദ്യം നിങ്ങളുടെ നേതാക്കന്മാരെ പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ നിങ്ങൾ നോക്ക്. എന്താണ് അതിന്റെ ഉദ്ദേശം? പെട്രോൾ ടാങ്കിനടുത്ത് തീപ്പെട്ടുമായിട്ട് വരുന്നോടാ. അവസാനം താങ്കൾ അവസാനിപ്പിച്ച എന്താ? യൂത്ത് കോൺഗ്രസിന്റെ പ്രവൃത്തി കൊണ്ട് കോൺഗ്രസിന് ഒരു മാനഹാനി ഉണ്ടായിട്ടില്ലാന്ന്. ഇപ്പൊ ഈ ചൂരൽമല മുണ്ടക്കൈയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കിട്ടിയ പരാതിയും KPCC കിട്ടിയ പരാതിയും വയസ്സിന് മൂത്തവരാട് പോലും ഇതുപോലത്തെ നെഗളിച്ച വർത്താനേ 13 മണ്ഡലം പ്രസിഡന്റുമാർക്കെതിരെ നടപടിയെടുത്തതും ഈ വിഷയങ്ങളൊന്നും നിങ്ങൾക്കൊരു മാനഹാനി ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ വേണ്ട. ഞങ്ങൾ ഒന്നും ആ വിഷയത്തിൽ പ്രതികരിക്കുന്നില്ല. വല്ല ഊളംപാറയിലോ കുതിരവട്ടത്തോ കൊണ്ടിടാറ് ഇങ്ങോട്ട് വ്യാജ ID കാർഡ് നിർമ്മിച്ചാണ് ഈ തെരഞ്ഞെടുപ്പ് വിജയിച്ചതെന്ന് തോറ്റ നേതാക്കന്മാരടക്കം പ്രസ്താവിച്ച് FIR രജിസ്റ്റർ ചെയ്ത് കോടതിയിൽ നിലനിൽക്കുന്ന കേസ്. കോമൺ സെൻസ് ഇല്ലാത്ത ചന്ത പെണ്ണുങ്ങളെ പോലെ നീ ഇത്രമാത്രം അതപ്പതിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. നിങ്ങൾക്കൊരു മാനഹാനി ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ വേണ്ട, അവിടെ കിടന്നോട്ടെ. അങ്ങനെ ഓരോ ഉദാഹരണങ്ങൾ ഞങ്ങൾ പറയാം. ചുമ്മാ ഇരിയടേ. ഞങ്ങൾ കൃത്യമായി ഞങ്ങളുടെ യുവജനങ്ങളെ, വിദ്യാർത്ഥികളെ ശരിയായ വഴിക്ക് നയിക്കാൻ സമരവും സംഘടനാ പ്രവർത്തനവും ഒരുമിച്ച് കൊണ്ടുപോകുന്നു. എന്താ ചിരിക്കുന്നത്? അല്ല, നിന്റെ തമാശ എനിക്ക് ഇഷ്ടമായി. എത്രയോ കുട്ടികൾക്ക് സൗജന്യ ട്യൂഷൻ ഒരുക്കുന്നു DYFIയും SFIയും. PSC പരിശീലന ക്ലാസ്, IAS പരീക്ഷയ്ക്ക് തയ്യാറാക്കുന്ന കുട്ടികൾക്ക് പോലും സൗജന്യ പരിശീലന ക്ലാസ് കൊടുക്കുന്നു. ശരിയായിട്ട് അടുപ്പിൽ ഊതാൻ അറിയോ നിനക്ക്? എന്താണ് അതിന്റെ യോഗ്യത? ഭാഷാ പഠനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്കൂളുകൾ കേന്ദ്രീകരിച്ച് ഇടപെടൽ നടത്തുന്നു. കിടപ്പ് രോഗികളെ സന്ദർശിച്ച് മാസത്തിൽ ഒരിക്കൽ സന്ദർശിച്ച് അവർക്ക് ആശ്വാസമായിട്ട് ഓടിയെത്തുന്നു. ആ കോവിഡ് കാലവും പ്രളയകാലവും എല്ലാം നമ്മുടെ മുന്നിലുണ്ട്. ഞങ്ങൾ മാത്രം സംഘടിപ്പിച്ചു എന്നല്ല പറയുന്നത്, നിങ്ങളും സംഘടിപ്പിച്ചിട്ട് ഞങ്ങളും സംഘടിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് വ്യത്യസ്ത പുലർത്താൻ കഴിയുന്നു. ഈ കാലഘട്ടം ഞങ്ങളിൽ നിന്ന് ആവശ്യപ്പെടുന്ന കടമ നിർവഹിക്കാൻ യുവജന വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾക്ക് കഴിയുന്നു. പ്രത്യേകിച്ച് ആഗോളവൽക്കരണത്തിന്റെ ഒരു കാലഘട്ടം, മദ്യം, മയക്കുമരുന്ന്, കോവിഡ് സൃഷ്ടിച്ച പ്രതിസന്ധി, ഈ പ്രതിസന്ധികൾക്കിടയിലും എങ്ങനെ യുവജനങ്ങൾക്കിടയിൽ നന്നായി പ്രവർത്തിക്കാമെന്ന് ഞങ്ങൾ കാണിച്ചു തരുന്നു. മനോഹര, നിന്നെ ഞാൻ കൊല്ലം കുറേ കാണാൻ തുടങ്ങിയിട്ട്. ദേശീയ പ്രക്ഷോഭങ്ങൾ ഏറ്റെടുക്കുന്നു, സംസ്ഥാന പ്രക്ഷോഭങ്ങൾ ഏറ്റെടുക്കുന്നു, പ്രാദേശിക വിഷയങ്ങൾ ഏറ്റെടുക്കുന്നു, ചിലപ്പോൾ പഞ്ചായത്തിലെ വിഷയങ്ങളാകാം. പക്ഷെ നിങ്ങൾ കൃത്യമായി സൈഡ് തിരിഞ്ഞ് ഭരണം എന്നതിനെ മാത്രം ലക്ഷ്യമാക്കി സോഷ്യൽ മീഡിയയെ മാത്രം കേന്ദ്രീകരിച്ച് പോകുന്നു. ഞങ്ങൾ നടത്തുന്ന പ്രവർത്തനങ്ങൾ മാതൃകാപരമായിട്ട് മുന്നോട്ട് പോകുന്നു. കുറവുകൾ ഉണ്ടായിട്ടുണ്ടോ? പരിഹരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്, തിരുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ചൂണ്ടിക്കാണിക്കലുകൾ ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. ഈ ഒരു യാഥാർത്ഥ്യമാണ് ഉൾക്കൊള്ളേണ്ടത്. മനുഷ്യനായ നാണം. അതുപോലെ തന്നെ ഈ രാജ്യത്ത് ഉയർന്നു വന്ന നിരവധി പ്രക്ഷോഭങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്, പ്രശ്നങ്ങളുണ്ട്. അതിന്റെ ഭാഗമായിട്ടുള്ള ക്രൂരമായിട്ടുള്ള വേട്ടയാടലുകളുണ്ട്. നീ രക്ഷപ്പെടാത്തത് എന്തുകൊണ്ട് എന്ന് എനിക്ക് ഇപ്പൊ മനസ്സിലായി. എവിടെയാണ് യൂത്ത് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ ലീഡർഷിപ്പിന്റെ ഭാഗത്തുനിന്ന് ഒരു പ്രസ്താവന വന്നത് എന്ന് ഞങ്ങൾ ചോദിക്കുമ്പോൾ ഇന്ത്യയുടെ പാർലമെന്റിൽ ഈ നീറുന്ന പ്രശ്നങ്ങൾ ഗൗരവത്തോടെ ഉന്നയിക്കാൻ ശക്തമായിട്ട് മുന്നിൽ നിൽക്കുന്നത് DYFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് സഖാവ് AA റഹീമാണ്. അത് ഭരണഘടനയെ അസ്ഥിരപ്പെടുത്താനും മതനിരപേക്ഷത തകർക്കാനും ജനാധിപത്യം തകർക്കാനും അതുപോലെ മുക്കിനും മൂലയിലും ന്യൂനപക്ഷത്തിനെതിരെ അതിക്രമം നടക്കുമ്പോഴും എല്ലാം ഓടിയെത്തുന്നതും പാർലമെന്റിൽ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുന്നതും തള്ളി ഇവിടം വരെ കൊണ്ടുവന്നില്ലേ, ഇനി തള്ളല്ലേ താങ്ങൂ. അതിന്റെ ഭാഗമായി ജനങ്ങളെ സമരസജ്ജരാക്കാൻ ആഹ്വാനം ചെയ്യുന്നത് DYFIയും അതിന്റെ നേതാക്കന്മാരാണ്. അല്പന ഐശ്വര്യം കിട്ടിയാൽ അർദ്ധരാത്രിക്ക് ഉടപിടിക്കുന്നു കേട്ടിട്ട്. ഇവിടെ PJ കുര്യൻ സാർ പറഞ്ഞൊരു കാര്യം, SFIയുമായിട്ട് താരതമ്യം ചെയ്യുകയാണ് യൂത്ത് കോൺഗ്രസിനെയും KSUവിനെയും. അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല യൂത്ത് കോൺഗ്രസിന്. കാരണം SFIയും DYFIയും കഴിഞ്ഞ 8-9 വർഷക്കാലത്ത് അവർ വെറുതെ ഇരിക്കുകയായിരുന്നു. ഇപ്പം ഭരണം അവസാനിക്കാറായപ്പം അവരൊരു കാരണം കൊണ്ടുവന്നു. അത് അക്കാഡമിക് കാര്യങ്ങളല്ലല്ലോ SFI സമരം ചെയ്യുന്നത്. അതൊക്കെ നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യമല്ലേ. അതായത് RSSന്റെ ഗവർണർ അദ്ദേഹത്തിന്റെ ചടങ്ങുകളിൽ ഒരു അവരുടെ RSSന്റെ സങ്കല്പത്തിലുള്ള ഭാരതമാതാവിന്റെ ചിത്രം വെക്കുന്നു. അത് സർവകലാശാലകളിൽ വെക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ടിട്ടാണ്, അല്ലാണ്ട് സർവകലാശാലകളിലെ വിദ്യാർത്ഥികളുടെ ഭാവി നോക്കിയിട്ടല്ലല്ലോ സമരം ചെയ്യുന്നത്. എവിടെ ഇതൊരു നടക്ക് പോണ ലക്ഷണില്ല. ഞാൻ ഇവന്റെ 2 വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. ഇന്നിപ്പോ വൈസ് ചാൻസലറിനെ വ്യക്തമായിട്ട് പറഞ്ഞു, അവിടെ പാവപ്പെട്ട കുട്ടികളൊക്കെ പരീക്ഷ എഴുതാണ്ട് കഷ്ടപ്പെടും.
നേരെ മറിച്ച് DYFIയും SFIയും കുറിച്ച് കഴിഞ്ഞ കാലങ്ങളിൽ വന്ന ആരോപണങ്ങൾ ഏതാ? ഒരു കയ്യബദ്ധം അതൊക്കെ മാതൃകയാക്കണം എന്ന് പറഞ്ഞാലോ, സർട്ടിഫിക്കറ്റ് വിഷയമാണെങ്കിലും മാർക്ക് കാര്യങ്ങളിലാണെങ്കിലും സ്വന്തം സഹസംഘടനയായ AAYFന്റെ വനിതാ നേതാവിൻ്റെ കാര്യത്തിലാണെങ്കിലും PK ശശിക്കെതിരെ മണ്ണാർക്കാട് നടത്തിയ പ്രകടനത്തിൽ SFIയുടെ മുൻ സംസ്ഥാന സെക്രട്ടറിയുടെ പ്രസംഗം എന്താണ്? അപ്പൊ അതിന് കൃഷ്ണദാസിന്റെ ഇന്നത്തെ മറുപടി എന്താണ്? അപ്പൊ CPM ലീവ് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ ചെയ്യുന്നതും അതിനോടൊക്കെ താരതമ്യം ചെയ്യാണ് യൂത്ത് കോൺഗ്രസിനെ. അവിടെ ഒന്നും നമുക്ക് യോജിക്കാൻ പറ്റില്ല. പിന്നല്ലാതെ ഇവിടെ എന്താണെന്ന് വെച്ചാൽ യൂത്ത് കോൺഗ്രസും KSUവും പാർലമെന്ററി കാര്യത്തിലല്ല, മാത്രമല്ല നിലപാടെടുത്തത്. അവൻ പറയുന്ന കാര്യങ്ങൾ കുറെയൊക്കെ ശരിയല്ലേ? ഇവരിവിടെ പറഞ്ഞ വ്യാജ യൂത്ത് കോൺഗ്രസ് ഒക്കെ പറയുന്നില്ലേ, ആ വ്യാജ യൂത്ത് കോൺഗ്രസ് 18,000 വോട്ടിന് ജയിച്ചിട്ട് CPMന്റെ സ്ഥാനാർത്ഥിയെ 3ാം സ്ഥാനത്തേക്ക് പാലക്കാട്ട് തള്ളിയിട്ടു ജനങ്ങളുടെ പിന്തുണയോടെ. നാണക്കേടായി പോയി. നിങ്ങൾക്ക് മാത്രമല്ല എനിക്ക് നാണക്കേടാ. നോക്ക കേട്ട് തൊഴിൽ അറിയാവോ, 15,000 വോട്ട് കൂടുതൽ പിടിച്ചു 3,000-ൽ നിന്നും ഷാഫി പറമ്പിൽ നീട്ടിയത്. ആ യൂത്ത് കോൺഗ്രസിന് എന്തിനാ ഇവരിപ്പോ വ്യാജം നാണമാവില്ലേ ഇവർക്ക്? ജനങ്ങൾ അംഗീകരിച്ചു യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റിനെ. പിന്നെ എന്താണ്, ജനങ്ങൾ അംഗീകരിച്ചു ചാണ്ടി ഉമ്മനെ. അവിടെ തോറ്റതാരാ? പുതുപ്പള്ളിയിലെ DYFI നേതാവല്ലേ? അങ്ങനെ പറയരുത്. പിന്നെങ്ങനെ പറയണം? പാലക്കാട് തോറ്റതാരാ? DYFIയുടെ പുതിയ നേതാവല്ലേ? നിലമ്പൂര് തോറ്റതാരാ? SFIയുടെ മുൻ സംസ്ഥാന സെക്രട്ടറിയും ഇപ്പോഴും യുവത്വം വിടാതെ നിൽക്കുന്നു എന്ന് CPM പറയുന്ന സ്വരാജ് അല്ലേ? അപ്പൊ ഇതൊന്നും ഇവർ മനസ്സിലാക്കുന്നില്ല. എന്നിട്ട് SFI ന്യായീകരിക്കുക, DYFI ന്യായീകരിക്കുക. ഇന്ന് മുഹമ്മദ് റിയാസിന്റെ ഇന്നത്തെ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, യൂത്ത് കോൺഗ്രസിനെ ചെറുതായി കാണുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഒരു മാന്യമായ പ്രസ്താവനയായിട്ട് എനിക്ക് തോന്നിയത്. ന്യായീകരിക്കുന്നതിൽ കുഴപ്പമില്ല, പക്ഷെ ന്യായീകരിക്കുമ്പോഴേ അന്തം കമ്മികളായിട്ട് ന്യായീകരിക്കണം. മഹിളാ കോൺഗ്രസും യൂത്ത് കോൺഗ്രസും KSUവും ഇന്ന് ഈ നാട്ടിൽ നടക്കുന്ന പ്രക്ഷോഭങ്ങളിലെ വേവലാതി പൂണ്ടിരിക്കുകയല്ലേ നമ്മുടെ ഗവൺമെന്റും CPMഉം. അവൻ പറഞ്ഞ നേരാ. അതുകൊണ്ടല്ലേ DYFIയുടെ സംസ്ഥാന നേതാവ് യൂത്ത് കോൺഗ്രസിനെ ഭീഷണിപ്പെടുത്തിയത്. കേരളത്തിന്റെ യുവജന രാഷ്ട്രീയ ചരിത്രത്തില് ഒരിക്കലും പരസ്പരം യൂത്ത് കോൺഗ്രസും DYFIയും അല്ലെങ്കിൽ ഏതെങ്കിലും സംഘടനയായിട്ട് പരസ്പരം സമരകാര്യങ്ങളിൽ ഭീഷണിപ്പെടുത്താറില്ല. അത് വളരെ ശരിയാണ് സാർ. ആ അഹങ്കാരവും പലപ്പോഴും ഞങ്ങളുടെ നേർക്കും കാണിക്കുന്നുണ്ട്. അറിയാമല്ലോ. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഭയമാണ്. മഹിളാ കോൺഗ്രസിന്റെ ഭയമാണ്, KSUവിന്റെ ഭയമാണ്. എന്തിനാണ് കരുതൽ തുടങ്ങിയാൽ? എന്തിനാണ്? ഇവര് വലിയ പുരോഗമനം പറയുന്നവരാണല്ലോ, എന്തിനാണ് ഭയക്കുന്നത്? ഇങ്ങനെ പേടിക്കലടാ ആണുങ്ങളെ വില കളയാനായിട്ട്. പിണറായി വിജയന്റെ റോഡിൽ കൂടെ പോയ ആ ഭാഗത്തുള്ള KSUക്കാരന്റെ യൂത്ത് കോൺഗ്രസ്കാരന്റെ വീട്ടിലെ അച്ഛനമ്മമാർക്ക് ഭയമാണ്. മക്കളെ പിടിച്ചോണ്ട് പോവാ പേടിച്ചിട്ട്. കരിങ്കൊടി അറിയാമല്ലോ. നാട്ടുകാരുടെ ഭാഗ്യദോഷം അല്ലാതെ എന്ത് പറയാനാ? അല്ലേ സാറേ? ആർക്കാ കരിങ്കൊടിയെ പേടി? ആർക്കാണ് കറുത്ത കുടയെ പേടി? അങ്ങനെ പറയരുത് സാർ, അവരൊരു ആദർശത്തിന്റെ പേരിൽ. ആർക്കാണ് കറുത്ത ബാഗിനെ പേടി? ഇതൊക്കെ യൂത്ത് കോൺഗ്രസും KSUവും കാരണമല്ലേ ഈ പേടിയൊക്കെ ഉണ്ടായത്? അല്ലെങ്കിൽ ഉണ്ടാകുമായിരുന്നോ? എല്ലാം ഇയാൾക്കറിയാ. ശരിയല്ലടോ? അതെ ശരിയാണ്. കുര്യൻ സാർ പറഞ്ഞ പ്രശ്നം എന്താ വെച്ചാൽ, അത് ഇപ്പോഴത്തെ യൂത്ത് കോൺഗ്രസിനും KSUവിനും ദഹിക്കില്ല. അദ്ദേഹം പറഞ്ഞ സാഹചര്യം തെറ്റിപ്പോയി. അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് ഇതിന് മുമ്പുണ്ടായിരുന്ന യൂത്ത് കോൺഗ്രസിനെ കുറിച്ചാണ്. സോഷ്യൽ മീഡിയയുടെ കാലത്ത് ജനസമ്പർക്കവും വീട് സമ്പർക്കവും ഒന്നും കൃത്യമായി നടക്കണമെന്നില്ല, ഒരു വാട്സാപ്പ് മതി. പക്ഷെ അവർ ചെയ്യുന്ന സമരം, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് എന്തിനാ വീട് വളഞ്ഞ് പിടിച്ചുകൊണ്ട് പോയത്? രാഹുൽ മാങ്കൂട്ടത്തിലെ സെക്രട്ടേറിയറ്റ് പിടിക്കാൻ എന്തിനാ? അബിൻ വർക്കിയുടെ തല പൊട്ടിച്ചെന്തിനാ? KSUവിന്റെ വനിതാ നേതാക്കളെ എന്തിനാ തല പൊട്ടിച്ചെന്തിനാ? ഔചിത്യം എന്നൊരു സാധനമുണ്ട്, ഒരു മനുഷ്യനായ കുറച്ചൊക്കെ ഔചിത്യം. ഇതൊക്കെ മനസ്സിലാക്കണ്ടേ? എന്തിനാണ് പോലീസിനെ മുന്നിൽ നിർത്തി DYFIക്കാരൻ പിന്നിൽ നിന്നിട്ട് യൂത്ത് കോൺഗ്രസ് നേതാക്കളുടെ തല പൊട്ടിച്ചത്? എന്തിനാണ് മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാർ യൂത്ത് കോൺഗ്രസ് നേതാക്കളെ അടിച്ചത്? ആ കേസ് ഇന്ന് എവിടെ വരെയായി? ഒരു 6 ഇഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഈ സ്വിച്ചിന്റെ കാര്യമാണ്. ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല. ഇതൊക്കെ എന്ത്? അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ? ശരി.